ഹലോ ഹായ് ഡിയേഴ്സ്, ഇത് വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഈ ഫാമിലി 10K സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമായിട്ട് നല്ല ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടമായി എല്ലാവർക്കും? എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാലോ, ഒട്ടും സമയം കളയാതെ. അപ്പൊ ഇതിന്റെ റെസിപ്പി നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാവും, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് ബിഗ് താങ്ക്സ്. അപ്പൊ അത് കട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക്. ഈ ട്രിപ്പിൾ ലെയർ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മൈദ എടുത്തു. 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കറക്റ്റ് 1.5 കപ്പ്. ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് കൊക്കോ പൗഡർ വേണം. കൊക്കോ പൗഡർ ഞാനിവിടെ 1/2 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. സാധാ കൊക്കോ പൗഡറാണ് 1/2 കപ്പ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1-2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഇതുപോലെ തന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ തെള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് അരിച്ചെടുത്താൽ മതി, അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവും. ഇനി അതല്ലെങ്കിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്താലും മതി. എന്നാലും ഇളക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ തെള്ളി എടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ തെള്ളി കിട്ടിയേണ്ടി ഇതുപോലെ 4 തവണ ഇത് തന്നെ ഒന്നും കൂടെ തെള്ളി എടുക്കണം കേട്ടോ. അതപ്പോൾ കണ്ടോ, അതിൻ്റെ ഒരു കളർ തന്നെ വ്യത്യാസം വന്നില്ല. അപ്പോൾ 4 തവണ തെള്ളി എടുത്ത് കഴിയും. ഇനി നമുക്കിതിലേക്ക് പൗഡർ ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ച് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. പഞ്ചസാര ചിലപ്പോൾ കട്ട കെട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒരു അരിപ്പയിൽ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ നല്ല പൊടി കിട്ടും. ഇനി ഈ പൊടികളെല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്കിനി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വെജിറ്റബിൾ ഓയിലിന് പകരം നമുക്ക് മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്ത് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ല എങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് മിക്സിയിലാണെങ്കിലും ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുത്താൽ മതി. ഇതേ സോഫ്റ്റ്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ചെറു ചൂടുവെള്ളത്തിന് പകരം ചെറിയ ചൂടുള്ള പാലാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പാലോ നമുക്ക് ചേർത്ത് കൊടുത്ത് അല്പാൽപമായിട്ട് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറു ചൂടുവെള്ളം മുഴുവൻ എടുത്തില്ല കേട്ടോ. 1.5 കപ്പ് വെള്ളത്തിൽ ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളമേ എടുത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കേക്കിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല, നല്ലൊരു സ്മെല്ല് കിട്ടും ഇത് ചേർത്ത് കൊടുത്താൽ. ഇനി നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് ഇത് മയപ്പെടുത്തി എടുക്കാം. ഇതിൻ്റെ ആ ഒരു പാകം ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകമാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇത്തിരി ഗ്രേവി ആയിട്ടുള്ളതാ, ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇനി നമുക്ക് കേക്ക് ട്രേ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ കേക്ക് ട്രേയിൽ കുറച്ച് ബട്ടറൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ബട്ടർ പേപ്പർ വെക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ ഒരു ബട്ടർ പേപ്പർ ആദ്യം തന്നെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നീളത്തിലുള്ള ബട്ടർ പേപ്പർ നമുക്കിതിൻ്റെ സൈഡിലേക്ക് കൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെച്ചത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വിനാഗിരി മതി. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു പുളിപ്പും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. ഇതുപോലെ ഈ ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കേക്ക് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് കേട്ടോ. ഉരുളിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് നല്ല ഹീറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഞാനിവിടെ ഒരു 15 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ 15 മിനിറ്റ്സ് വെച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരു വളയം വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കേക്ക് മിക്സ് ചെയ്ത ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് അടഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേക്ക് കണ്ടോ, ഇതുപോലെ മുകളിലേക്ക് വരാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം കൊണ്ട് നമുക്ക് അടച്ചു വെക്കാം. കേക്ക് അപ്പോൾ നമ്മൾ ട്രെയിലൊക്കെ ഒഴിക്കാനുള്ള ആ ഒരു സമയം കൊണ്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സമയം ലാഭിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് ആ പഞ്ചസാരയെല്ലാം ഒന്ന് ഉരുകി വരണം. പഞ്ചസാരയെല്ലാം അലിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് നല്ല ഷുഗർ സിറപ്പ് കറക്റ്റ് പാകമായി കിട്ടും. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഷുഗർ സിറപ്പിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇനി ഇത് അലിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യും. നമ്മളിന്ന് ഒരു ട്രിപ്പിൾ ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ കേക്കിൻ്റെ ഓരോ ലെയറിലും നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ടോപ്പിംഗ് ഗോൾഡ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം ഏതെങ്കിലും സ്റ്റൗവിലേക്ക് വെച്ച് ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ വലിയ വിലയൊന്നുമില്ല. സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. കാരണം ഇനി നമുക്ക് ചൂട് വേണ്ട. ഈ ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരും. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചോക്ലേറ്റ് നല്ലതുപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കേക്കിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് എന്തായെന്ന് നോക്കാം. കേക്ക് ഇതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ആണ് വെച്ചത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. നമുക്ക് കുത്തി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒട്ടി പിടിക്കുന്നില്ല എങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കേക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക ചെയ്തത്. കേക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ഒരു കുക്കായി വരുന്ന ഒരു സ്മെല്ല് വരും. അപ്പോൾ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ കേക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇത് ലെയറായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഓയിൽ പേപ്പറെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഓയിൽ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനി റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു 3 ലെയറായിട്ടാണ് ഞാൻ ഈ കേക്ക് മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടോപ്പ് ലെയർ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സൈഡ് മാത്രം ഒന്നിങ്ങനെ എല്ലാ സൈഡും ഒന്ന് പതിയെ ഒന്ന് മുറിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ടൊയിൻ ഉപയോഗിച്ച് അത് ഫുൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ടൊയിൻ ആകുമ്പോൾ ആ കറക്റ്റ് നമ്മൾ പതിയെ ഒന്ന് വെച്ചിരിക്കുന്ന ഭാഗത്തൂടെ എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് പിടിച്ചതിന് ശേഷം ഒന്ന് വലിച്ചെടുത്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് അത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കറക്റ്റ് റൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ക്രോസ് ചെയ്തിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഒരു ലെയർ എടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. കാരണം ഈ ഒരു ലെയറിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി തണുക്കാനായിട്ട് വെച്ചില്ലേ, അത് നമുക്ക് ഈ ലെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഒരു ലെയർ കൂടി മുറിച്ചെടുക്കാം. അതിനുശേഷം അതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ 3 ലെയറായിട്ട് നമുക്ക് മുറിച്ചെടുത്ത് ഓരോന്നിനും മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ഷുഗർ സിറപ്പ് എടുത്ത് അത് നമുക്കൊന്നില്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ആദ്യം പകുതി ഷുഗർ സിറപ്പ് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ലെയറായിട്ട് വെക്കുമ്പോൾ നമുക്ക് അതിന് മുമ്പ് കുറച്ചും കൂടെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡുകളില്ലേ, ആ ബീറ്ററിൻ്റെ ബ്ലേഡും അതുപോലെ തന്നെ പാത്രവും എല്ലാം ഞാൻ ഏകദേശം 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണിത്. അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളമയം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമയം എല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് നമുക്ക് കളയാം. അപ്പോൾ ഞാൻ ഈ പാത്രം ഇതിന് താഴെ വെച്ചിരിക്കുന്ന ഈ ബൗൾ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കുറേ ഐസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഐസ് വേണം കേട്ടോ, ഞാൻ കുറച്ച് ഐസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതൽ ഐസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മേടിച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം 400 ഗ്രാമിൻ്റെ ആയിരുന്നു. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ ആദ്യം എടുത്തല്ലോ, ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയും നമുക്ക് ഏകദേശം ആവശ്യം വരും. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമാണ് നല്ലപോലെ ഇത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡും അതുപോലെ തന്നെ ഈ പാത്രവും താഴെ ഇരിക്കുന്ന ഐസ് ക്യൂബ്സ് കുറച്ചും കൂടെ കൂടുതലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇത് നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് വിപ്പിംഗ് ക്രീം. അപ്പോൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇടയ്ക്കൊന്ന് നിർത്തി വേണം കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് ചെയ്തു നിർത്തുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വിപ്പ് ചെയ്യുക. അങ്ങനെ വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ പണി തീരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി വെച്ചത്, അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടി വിപ്പ് ചെയ്ത് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല പൊന്തി കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ പാകത്തിന് നല്ല പൊങ്ങി വന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല പൊങ്ങി കിട്ടും. ഷുഗർ സിറപ്പിൽ നല്ലതുപോലെ സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേക്ക്. എന്നാലും നമ്മുടെ ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ നമുക്ക് ഒന്നുകൂടി അതിന് മുകളിലേക്ക് മുഴുവൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ലേയർഡ് കേക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കേക്ക് മോൾഡിങ്ങോ ട്രേയോ ഒന്നും തന്നെ വെക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് പ്ലേറ്റിൽ തന്നെ നമുക്ക് ഒരു ലെയറിന് മുകളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തോളൂ കേട്ടോ. പക്ഷേ അത് നേരെ, അതായത് ചെരിവൊന്നും പാടില്ല, നല്ല കറക്റ്റായിട്ട് നേരെ തന്നെ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഏകദേശം കറക്റ്റ് ലെവലിൽ തന്നെ തേച്ച് കൊടുക്കണം. സൈഡിലേക്ക് പോയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, ഇതിൻ്റെ മുകളിൽ ഇനി അടുത്തൊരു ലെയർ വരാനുള്ളതാണ്. അപ്പോൾ ഒരു ലെയറിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലെയർ കൂടി നമുക്ക് വെക്കാം. ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് കേക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലത്തെ പ്ലേറ്റ് ആണെങ്കിൽ കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പതിയെ ഇങ്ങനെ ഇറക്കി വെക്കാനായിട്ട് പറ്റും. കാരണം സോക്ക് ചെയ്ത കേക്ക് ആകുമ്പോഴേ ചിലപ്പോൾ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിന് മുകളിലും ഒരു ലെയർ കഴിഞ്ഞു, അടുത്ത ലെയറിൻ്റെ മുകളിലും നമുക്ക് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തേച്ച് നല്ല കറക്റ്റ് ഒരേ ലെവലിനാക്കി കൊടുക്കാം. അതിന് മുകളിലേക്ക് അടുത്ത കേക്ക് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ പതുക്കെ ചെയ്താൽ മതി. ഇനി അതിന് മുകളിലും നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അടുത്ത ലെയറും വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്കും വിപ്പിംഗ് ക്രീം നല്ലതുപോലെ വെച്ച് കൊടുക്കാം. അത് നല്ലതുപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്കത് ചുറ്റും അതിൻ്റെ സൈഡിലും എല്ലാം ഇത് തേച്ച് റെഡിയാക്കി എടുക്കാം. ഇതിന് മുകളിലേക്ക് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചോക്ലേറ്റ് നമുക്ക് നല്ലപോലെ ഒഴിക്കാം കേട്ടോ. നമുക്ക് 2 ഡിസൈനിലെടുക്കാം. വേണമെങ്കിൽ ഈ ചോക്ലേറ്റ് ഫുള്ളായിട്ട് തേച്ചിട്ടുള്ളൊരു കേക്ക് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പതിയെ അതിങ്ങനെ ഒലിച്ചിങ്ങനെ താഴേക്ക് ചാടും. ആ ഒരു ഡിസൈനിൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഇതുപോലെ പതിയെ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ സൈഡിലേക്ക് ചാടിയിട്ടുള്ള ഒരു ഡിസൈനും കൂടെ നമുക്ക് വേണമെങ്കിൽ കിട്ടും. മുകളിൽ നമ്മളിങ്ങനെ ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കേക്കിന് ഒരു ഷേപ്പില്ലാത്ത രീതിയിലാക്കിയത്. അപ്പോൾ ആ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ക്രീം ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്കിൻ്റെ അതേ ഷേപ്പ് കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആദ്യം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുമ്പോൾ അത്രയും നല്ല പെർഫെക്ഷനിൽ വരുത്തേണ്ട ആവശ്യമില്ല, അത്രയും പെർഫെക്ഷൻ വരുത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ 10K സെലിബ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് ചെറി കൂടി വെച്ച് കൊടുക്കാം. ഒന്ന് 10K എന്ന് എഴുതി കൊടുക്കാം ചെറി വെച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സിൽവർ ബോൾസ് കൂടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ആ ഒരു ഹാഫ് പോർഷനിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി നമ്മുടെ 10K എന്നുള്ളത് വേറെ ഇതായിട്ടിരിക്കട്ടെ. ഈ സിൽവർ ബോൾസ് പോലെ തന്നെ നമുക്ക് പല സ്റ്റൈലിലുള്ള പല കളർഫുള്ളായിട്ടുള്ള ഐറ്റംസും നമുക്ക് ബേക്കറികളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനത്തെയും വെച്ച് അലങ്കരിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 ലെയർ ചോക്ലേറ്റ് കേക്ക് റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി 10K ആവാനായിട്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നതിൽ പതിയെ സൈഡിൽ നിന്നൊക്കെ തോണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ 10K സെലിബ്രേഷന്റെ ഒപ്പം തന്നെയുള്ള ചോക്ലേറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യുമല്ലോ. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം ജുവൽ ബേബീസ് വേൾഡിലൂടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച്.